ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം തദൈവ എല്ലാവർക്കും പ്രതീക്ഷയുടെ തിരുനാളം ഒക്കെ കൊടുത്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പിൽ സി ഉള്ളവർ കൊടുത്ത് കാശ് മേടിച്ചവർ എടുക്കുമ്പോൾ എന്തായാലും മാർക്കറ്റ് അവിടുന്ന് പതിയെ 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 പൊട്ടി താഴോട്ട് വീണു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 210 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് എങ്ങോട്ട് പോകുന്നു, 210 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ നമുക്കുള്ള സപ്പോർട്ട് ഇവിടെ 150 ഉണ്ട്. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത ലെവൽ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ വെച്ചത് ഇല്ലേ. മാർക്കറ്റ് ഏകദേശം എന്തായാലും തിരിച്ചു വന്നു. അതിനുശേഷം ഇന്നലത്തെ ക്ലോസിങ്ങിനടുത്ത് വരെ വന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ തിരിച്ച് റിക്കവർ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? നമുക്ക് ഷോർട്ട് കവറിങ് റാലി നടക്കണമെന്നുണ്ടെങ്കിൽ 336 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഷോർട്ട് കവറിങ് റാലി മാർക്കറ്റിലുള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ അരിഞ്ഞ് നേരെ താഴോട്ട് വന്നു. ഏകദേശം നമ്മുടെ 23,150 റേഞ്ചിൽ മാർക്കറ്റ് എത്തി അല്ലേ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം മാർക്കറ്റ് ഇത്രയും താഴെ വീണത് കൊണ്ട് നമ്മൾ മാർക്കറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, സിറ്റുവേഷൻ മനസ്സിലാക്കണം. മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും വീണു ഇല്ലേ. വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ച് ഒരു സ്ഥായിയായ റിക്കവറി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റത്തോടു കൂടെ റിക്കവറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പണിംഗ് റേഞ്ച് കഴിയുമ്പോൾ ഒരു ഷോർട്ട് കവറിങ് റാലി നമുക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ. മാർക്കറ്റ് ഷോർട്ട് കവറിങ് റാലി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഷോർട്ട് കവറിങ് റാലി നടക്കണമെന്നുണ്ടെങ്കിൽ ക്ലിയറായി നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഷോർട്ട് കവറിങ് ഉള്ളൂ എന്ന്. അപ്പോൾ മാർക്കറ്റ് അവിടുന്ന് വി ഷേപ്പ് റിക്കവറി നടത്താൻ തുടങ്ങി. 210 അടുത്തിപ്പോൾ തന്നെ ധാരാളം മെസ്സേജ്, സാറേ ഷോർട്ട് കവറിങ് ആണ്. ഞാൻ ഓൾറെഡി ഒരു കാര്യം നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പല രീതിയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ഫോളോ ചെയ്യുന്നവർ ട്രേഡ് ചെയ്യുന്നവർ രാവിലെ കിട്ടുന്ന വോയിസ് കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന അപ്ഡേറ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന വാക്കുകൾക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല. അല്ലാതെ അപ്പം കാണുന്നവനെ അപ്പ എന്ന് പറഞ്ഞ പോലെ ഇതിൽ മാർക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ലെവലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി അതൊന്ന് മാറ്റി പിടിച്ചു അങ്ങനെ പറയുക പരിപാടികളൊന്നും നമുക്കില്ല. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ കൃത്യം അതായിരിക്കും. ഇല്ല, തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറയും. അല്ല, അത് തന്നെയാണ് നമ്മുടെ വ്യൂ എങ്കിൽ നമ്മൾ അത് തന്നെ വ്യൂ എന്ന് പറയും അല്ലേ. ഞാനിവിടെ പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ എന്താണ്, മാർക്കറ്റ് നമുക്കറിയത്തില്ല ഇത്രയും ഗ്യാപ്പപ്പ് വന്നു ഇല്ലേ. മാർക്കറ്റ് ഇവിടെ ഇത്രയും ഗ്യാപ്പപ്പ് വന്നു. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് കയറി ഈ മൊമെൻറ്റം തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,333 കഴിയുമ്പോൾ ഷോർട്ട് കവറിങ് നടക്കുമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുന്നേ പറഞ്ഞത് ഇല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ്, കംപ്ലീറ്റ്ലി നമ്മുടെ വിചാരങ്ങൾക്ക് മാർക്കറ്റ് എതിരെയായി ഇല്ലേ. ക്ലിയർലി എതിരെയായി. മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. നമ്മുടെ ഒരു റേഞ്ചിലെത്തി 150 റേഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പം സിനാരിയോ കംപ്ലീറ്റ് മാറി അല്ലേ. നമ്മുടെ സിനാരിയോ കംപ്ലീറ്റ് മാറി. അതിനുശേഷം മാർക്കറ്റ്, കാരണം ഇത്രയും ഷോർട്ട് ചെയ്ത ആൾക്കാരാണ്, നമ്മൾ ഷോർട്ട് ചെയ്ത് താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്യുമ്പം നമ്മുടെ ഷോർട്ട് കവറിങ് റാലിയുടെ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് താത്തു. ക്ലിയർ ആയിട്ട് നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ പറയാം. എങ്ങനെയാണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചും മാർക്കറ്റ് ബിഹേവ് ചെയ്ത രീതി അനുസരിച്ചുമാണ് നമ്മളത് പറഞ്ഞത് അല്ലേ. അപ്പം അത് കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഇത് ഉടനെ മാർക്കറ്റ് തിരിച്ച് കയറി ഉടനെ തന്നെ 210 ഷോർട്ട് കവറിങ് നിങ്ങൾ കയറിക്കോളാം അങ്ങനെ പറയാൻ പറ്റുമോ? ഇത്രയും നേരം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നേരം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രീമിയം എല്ലാം ഉരുകി തീർന്നു പോയാലും അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി 254 എത്തി കഴിഞ്ഞപ്പം അല്ലെ ഓപ്പണിംഗ് റേഞ്ച് എത്തി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടെ സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് അവിടെ ആടിക്കളിച്ചു ഇല്ലേ. നമുക്ക് ഷോർട്ട് കവറിങ് റാലിക്കുള്ള അവസരം നമുക്ക് കിട്ടിയില്ല. പക്ഷെങ്കിൽ നാളെ അതിനുള്ളൊരവസരം മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പക്ഷെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളത് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തോ അത് നഷ്ടക്കച്ചവടമായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിവേ എന്തായാലും നാളത്തെ ദിവസം നമുക്ക് മാർക്കറ്റിൽ 2-1 അറിയുന്നൊരു ദിവസമാണ് നാളെ. ക്ലിയർ? ഓക്കെ, നാളെ അറിയാം കൊച്ച് പിന്നെ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം ക്ലിയറായിട്ട് നാളെ അറിയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാം. ഓക്കെ,
ഈ കാണുന്നത് 8-ാം തീയതിത്തെ നമ്മുടെ പൊസിഷൻസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റീറ്റെയിലേഴ്സ് 78%, DAS 76%, FIS 92%, 78 റീറ്റെയിൽ 78%, ബൈ സൈഡ് അല്ലേ, ബൈ സൈഡ് 76, DA 76%, ബൈ സൈഡ്, FIS ഷോർട്ട് സൈഡ് 92%, പ്രോയും 61%, ബൈ സൈഡ് 39%, ഷോർട്ട് സൈഡ്. പക്ഷേ ഇന്നത്തെ നിങ്ങൾ നോക്കിക്കേ, ഇന്ന് 9-ാം തീയതി നോക്കിക്കേ, റീറ്റെയിലർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്, പിടിച്ച പിടിയാലെ അവിടെ തന്നെ നിൽക്കുകയാണ്, ബൈ സൈഡ് തന്നെ നിൽക്കുകയാണ്. പക്ഷേങ്കിൽ DAS 81% ബൈ സൈഡിലേക്ക് പോയി. 76-ൽ നിന്ന് 5% ബൈ സൈഡ് അവർ കൂട്ടി. മനസ്സിലായോ? അപ്പം ആ 5% കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു വി ഷേപ്പ് റിക്കവറി മാർക്കറ്റാണെന്ന്. മാർക്കറ്റ് ഇത്രയും താഴെ പോയിട്ടും മാർക്കറ്റ് വി ഷേപ്പ് റിക്കവറി ആണെന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന DASൻ്റെ ബൈ തന്നെ 5% വരും. 5% ചില്ലറ കാര്യമല്ല. ഓക്കെ, ബൈ സൈഡ് നടത്തി. അതേസമയം 1% ആര് കുറച്ചത്, FIS 1% കുറച്ചിട്ടുണ്ട്. അപ്പം നാളെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ 5% ഒരു പൊസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്? അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നാളെ അറിയാൻ പറ്റും. ഈ ബൈ നടത്തിയ, ഈ വി ഷേപ്പ് റിക്കവറി നടത്തിയത്, ഈ ബൈ നടത്തിയതിൻ്റെ റിസൾട്ട് നമുക്ക് നാളെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം പ്രോ അങ്ങനെ തന്നെ നിൽക്കണം. ഇന്നലെ 61.39, ഇന്നും 61.39. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ നമുക്കറിയാൻ പറ്റും കൊച്ച് ആണാണോ പെണ്ണാണെന്നുള്ള കാര്യം. നാളെ നമുക്കറിയാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് 23,336 മുകളിൽ മാർക്കറ്റ് വരണം. മനസ്സിലായി പറഞ്ഞേ? ഗ്യാപ്പ് അപ്പ് കിട്ടുവാണ്. 259-ലാണ് മാർക്കറ്റ്, 242-ലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഏകദേശം 100 പോയിന്റ് ഗ്യാപ്പ് അപ്പോടുകൂടെ 336-ന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ ഈ 336 സസ്റ്റെയിൻ ചെയ്യണം. ഇനിയല്ല, ഈ റേഞ്ചിനകത്താണ്, ഈ പറയുന്ന 254-നും 336-നും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിൽ ഇത് കട്ട് ചെയ്ത് മോളിൽ കയറും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു സി സൈഡ് ട്രേഡ് ഉള്ളത് എപ്പോഴും എങ്ങനെയാണ്, ഈ 336-ന് മുകളിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, മോളോട്ടൊരു ട്രേഡ് ഉള്ളൂ. അപ്പം നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 336. ഓക്കെ, അല്ല നാളെ ഒന്നും സംഭവിക്കുന്നില്ല, 210-ന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തഥൈവായിരിക്കും കളി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടിറങ്ങി വരും. ഈ ലോയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കാണേണ്ടി വരും. എന്തായാലും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം അറിയാം. ഇന്ന് രാത്രിയിലത്തെ കഥകൾ, ഇപ്പോൾ US മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ ഇറാൻ ഒന്ന് അങ്ങോട്ട് ഇസ്രായേലിന് ഇട്ട് കൊടുത്തു, ഇസ്രായേൽ 2 തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതോടുകൂടി സംഗതി കോംപ്രമൈസായി. ഇനി ഞങ്ങൾ നിർത്തി, ഇനി ആക്രമിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപിന് നമ്മുടെ ലോകകപ്പ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം. അതിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് പുള്ളി എങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമം, അത്യാവശ്യം ഇത് കഴിയുന്നിടം വരെയെങ്കിലും പുള്ളി ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കും. എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം എന്താ സംഭവിക്കും. അപ്പം ഞാൻ പറഞ്ഞു 336 നിങ്ങൾ നോക്കുക. 336-ന് മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഗതി, ഒരു അപ്സൈഡ് സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ 437 കടന്നാലേ ഷോർട്ട് കവറിങ് ഉള്ളൂ കേട്ടോ, ഉള്ള കാര്യം പറയാമേ. 437 കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, അതിനിടയിലൊരു കോൾ വന്നു. ഓക്കെ, അപ്പം എന്തായാലും നാളെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് 23,336 ആണ്. ഓക്കെ, ആ 336 അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കി മാത്രമേ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. ഇനിയല്ല, താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിലെങ്ങാനും ഈ 150 റേഞ്ചിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആക്ഷൻ നടക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഒരു അടുത്തൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ സിനാരിയോകൾ പിന്നെയും മാറും. അപ്പോൾ നമുക്ക് അന്നേരം നോക്കാം എന്താണ് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. കൃത്യമായിട്ട് തന്നെ നോക്കിക്കേ, എന്ത് മനോഹരമായിട്ട് നമ്മുടെ ലെവലിൽ തന്നെ വന്ന്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ 2-3 പേരുണ്ട്, സാറേ ബാങ്ക് നിഫ്റ്റി ലെവൽ. എന്തിനാണ് ഈ ബാങ്ക് നിഫ്റ്റി ലെവൽ? ഞാൻ ഓൾറെഡി നിങ്ങൾ അത് ഇതിൻ്റെ കുഴപ്പം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും വീഡിയോ കാണാത്തതുകൊണ്ടാണ്. എന്നോട് ഈ ബാങ്ക് നിഫ്റ്റി ലെവലൊക്കെ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ചുമ്മാ ഓടിച്ച് നോക്കി എന്തെങ്കിലും ആരെങ്കിലും എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് വ്യൂ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോകുന്നുള്ളത്. എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങളാരും വ്യൂ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ലെവലുകളൊക്കെ ഞാനൊരു ദിവസം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോക്കകത്തിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ വന്ന് ലെവൽ വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
ആ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞാണ്, കൃത്യമായ ആ ലെവൽ വർക്ക് ചെയ്ത് ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നാളെ മാർക്കറ്റ് ഇതിന് മുകളിൽ നമുക്കൊരു എന്താ പറയുക സസ്റ്റൈനബിലിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റേഞ്ച് 56 759 എന്തായാലും നിങ്ങൾ നോക്കുക. അല്ല 759 പൊട്ടി താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഈ പഴയ 59 553 559 മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത മിഡ് ക്യാപ്പിൻ്റെ കാര്യം. അവസാന നിമിഷം മിഡ് ക്യാപ്പും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പറന്ന് കയറി ഒരു മിഡ് ക്യാപ്പ് എന്നൊരു ഗ്യാപ്പ് അപ്പിന് ശേഷം ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്തു. നിഫ്റ്റിയുടെ കൂട്ട് മാർക്കറ്റ് താഴെ പോയില്ല, അവിടെ തന്നെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് ഒരിക്കലും നിഫ്റ്റി പൊട്ടി പോലെ പൊട്ടുകയൊന്നും ചെയ്തില്ല. മാന്യമായ രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് ആ സസ്റ്റെയിനായിട്ട് കീപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നാളെ ഇനി 4222 മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഫർദറായിട്ടുള്ളത് പുതിയ ലെവലുകളൊക്കെ നമുക്ക് കാണേണ്ടി വരും. എന്തായാലും നിങ്ങൾ നോക്കുക, മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിരുന്നു. ഹീറോ മോട്ടോകോപ്പും BSE എല്ലാവരും നല്ല പോസിറ്റീവ് നോട്ടിലായിരുന്നു. ആ പോസിറ്റീവ് നോട്ട് കൊണ്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ നിലനിർത്തിയത്. ഇനിയിപ്പം നിങ്ങൾ സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സും ഈ പറഞ്ഞ പോലെ തന്നെ സെയിം നമ്മളുടെ നിഫ്റ്റിയുടെ കൂട്ട് തന്നെ ഒരു V ഷേപ്പ് റിക്കവറി നടത്തി നടുക്കടലിൽ നിൽക്കുകയാണ്, നടുക്കടലിലാണ് നിൽക്കുന്നത്. അപ്പം നാളെ നിങ്ങൾ സെൻസെക്സിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 625 എത്തണം, അല്ലെങ്കിൽ 460 എത്തണം. ഈ 2 പോയിന്റിൽ എത്താതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യരുത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നാളത്തേക്കുള്ളത് പറയാനുള്ളത്. നാളെ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. മറ്റന്നാൾ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് നാളെ. അപ്പം വോളറ്റാലിറ്റി ചെറിയ രീതിയിലെങ്കിലും കാണും. എന്തായാലും മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയാൽ അത് ബുക്ക് ചെയ്ത് മാറാൻ ശ്രമിക്കുക. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.